Let's discuss question number 2. See the amphoteric oxide among V2O3, V2O4 and V2O5 upon reaction with alkali leads the formation of an oxide anion. The oxidation state of vanadium in the oxide anion. നോക്കൂ, നമ്മുടെ കയ്യില് 3 ഓക്സൈഡ്സ് ആണുള്ളത്. V2O3. Okay. What is next? V2O5. And what is next? V2O5. അപ്പോ V2O3 നമുക്കൊരു NCERT ഒരു വളരെ വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. ഇത് മോർ ബേസിക് ആണ്. V2O4 ഏറെക്കുറെ എന്ത് തന്നെയാണ്? ബേസിക് തന്നെയാണ്. എന്നാൽ V2O5 വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് NCERT-ൽ അതാരാണെന്ന്, ആംഫോട്രിക് ആണെന്ന്. അപ്പൊ ഇതൊരു പെർഫെക്റ്റ്ലി നമുക്കറിയാം ഡി ബ്ലോക്കിലെ ഓക്സൈഡ്സ് ആൻഡ് ഓക്സോ ആനയോൺസ് എന്ന് പറയുന്ന പാർട്ടില് അവര് എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് NCERT-ൽ ഡയറക്റ്റ് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. ആംഫോട്രിക് ആയിട്ടുള്ള ഓക്സൈഡ് ഇതിൽ ആരാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇറ്റ് ഈസ് V2O5. അയാള് ആരുമായി റിയാക്ട് ചെയ്യുമ്പോൾ, ആൽക്കലിയുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഒരു ഓക്സൈഡ് ആനയോൺ ഉണ്ടാകുന്നു. നമുക്ക് നോക്കാം NCERT-ൽ എന്ത് പറയുന്നു. See, we have V2O5, that's an amphoteric one. V2O5 react with alkalis as well as with acid. ആൽക്കലിയുമായിട്ടാണെങ്കിൽ ആനയോൺ, what is that? VO4 3-. ആസിഡുമായിട്ടാണെങ്കിൽ what? VO4 plus. ഓക്കെ, അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇപ്പൊ നമ്മുടെ ഓക്സൈഡ് ആര് തന്നെയാണ്? V2O5 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ആൻസർ ഫോർ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ 3.